സിനിമാ പ്രൊമോഷനുകളിൽ ബിജു മേനോൻ പങ്കെടുക്കാത്തതിൽ തൽക്കാലം നിയമ നടപടിക്ക് പോകുന്നില്ലെന്ന് സംവിധായകൻ അനൂപ് കണ്ണൻ 24 പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പരാതിയിൽ കൃത്യമായ നടപടി എടുക്കുന്നുണ്ട്. തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രം നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകുമെന്നും അനൂപ് കണ്ണൻ വ്യക്തമാക്കുന്നു. അതിന്റെ ക്ലാരിറ്റി ഇതാണ്. കാരണം പ്രൊഡ്യൂസർ അസോസിയേഷൻ അതിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു നിർദ്ദേശം ബിജു മേനോനോട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം അതുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ത് നിലപാട് എടുക്കും എന്നും ആ തീരുമാനത്തിലുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാലോ പിന്നെ ഞാൻ അടുത്ത നടപടി ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. തൽക്കാലം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് അതിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി വിവരങ്ങൾ വായിച്ചിരുന്നു. ആൻമരിയ, ഈ ചലച്ചിത്ര പ്രവർത്തകർ തമ്മിലുള്ള ആശയ സംഘടനയും ആശയ സമരങ്ങളും ഒക്കെ തന്നെ പുതിയ കാര്യമല്ല. എന്നാലും ഈ ലേറ്റസ്റ്റായി ബിജു മേനോൻ എന്ന നടൻ പ്രചാരണത്തിനെത്തിയില്ല, പ്രൊമോഷന് പോയില്ല എന്ന് പറയുന്നതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ബിജു മേനോൻ സിനിമയുടെ പ്രൊമോഷന് പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ആ പങ്കെടുക്കാത്തതിനെ തുടർന്ന് തനിക്ക് 25 ലക്ഷം രൂപ അടുത്ത നഷ്ടമുണ്ടായി എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു അനൂപ് കണ്ണൻ ഏകദേശം 1 വർഷങ്ങൾക്ക് മുൻപ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പരാതി നൽകുന്നത്. ആ സിനിമയുടെ നിർമ്മാതാവാണ് അനൂപ് കണ്ണൻ. അങ്ങനെ അനൂപ് കണ്ണൻ ഈ തനിക്കുണ്ടായ നഷ്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പരാതി നൽകുന്നു. ഈ പരാതിയെ തുടർന്ന് നടപടികളിലേക്കൊക്കെ നീങ്ങുന്നുണ്ടായിരുന്നുവെങ്കിലും അതിലൊരു കടുത്ത നടപടിയിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിനിടയ്ക്കും ഈ ബിജു മേനോനെതിരെ തുറന്നടിച്ചുകൊണ്ടുള്ള ഒരു പരാമർശവുമായി അല്ലെങ്കിൽ ഒരു ആരോപണവുമായിട്ട് ഇവ രംഗത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് പിന്നീട് ബിജു മേനോൻ ഇതിനെ കൂടുതൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ടൊന്നും, മാധ്യമങ്ങൾക്ക് മുൻപ് പ്രതികരിക്കാനൊന്നും ബിജു മേനോൻ നിലവിൽ എന്തായാലും തയ്യാറായിട്ടില്ല. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് ഈ പ്രൊമോഷന് താൻ പങ്കെടുത്തുകൊള്ളാം എന്നുള്ളൊരു ധാരണയൊന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു അവരോട് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ളൊരു കരാർ ഉണ്ടായിരുന്നുവെന്നും ഈ കരാർ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടുമാണ് പിന്നീട് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വീണ്ടും രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതിൽ 15 ലക്ഷം രൂപ ബിജു മേനോൻ നഷ്ടപരിഹാരം അനൂപ് കണ്ണന് നൽകണമെന്നും ഇനി അഥവാ ഈ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എങ്കിൽ ബിജു മേനോനുമായി ഇനി അടുത്ത സിനിമകളിലൊന്നും സഹകരിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം നടപടികളിലേക്കൊന്നും നീങ്ങാത്തത് കൊണ്ട് തന്നെയായിരുന്നു അനൂപ് കണ്ണൻ ഈ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ രീതിയിൽ ഒരു കടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടന്നതുകൊണ്ട് തന്നെ നിലവിൽ എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടില്ല. നിലവിലത്തെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. ഇനി അങ്ങോട്ടേക്ക് ഈ നടപടി എടുക്കുന്നത് അത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ രീതിയിലൊരു മട്ടാണ് എങ്കിൽ മാത്രം അത് മുന്നോട്ടുള്ള നടപടികൾ, അത് നിയമപരമായിട്ടാണ് എങ്കിൽ ആ രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കും. തൽക്കാലം എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനില്ല എന്നാണ് അനൂപ് കണ്ണൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിലൊരു കടുത്ത നിലപാട് അല്ലെങ്കിൽ കടുത്തൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിലെന്താണ് ഇനി ബിജു മേനോന്റെ നിലപാട് എന്നാണ് അറിയാനായിട്ടുള്ളത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.